السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ പൈതൃകം മീഡിയ പ്രവർത്തകരെ, സ്നേഹജനങ്ങളെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചരിത്ര നാടുവഴികളിലൂടെയുള്ള പ്രസംഗ പരമ്പരയുടെ 44-ാം പ്രസംഗമാണ് ഇന്ന്. ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളാണ് നാം ചർച്ചയ്ക്കെടുത്തത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഓരോ ചുവടുവെപ്പുകളും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിന് തന്നെയും ഉപകാരപ്രദമായിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം. എന്നാൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം ശ്ലാഘിക്കാത്ത, അത് മികച്ച പ്രവർത്തനമാണ് എന്ന് സമ്മതിക്കാത്ത ഒരാളും നമ്മുടെ രാജ്യത്തില്ല എന്നതാണ് വസ്തുത. അത്രയും ചിട്ടയാർന്ന പ്രവർത്തനങ്ങളാണിത് നടത്തിയത്. ഞാൻ ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യ ദിവസം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് സമസ്ത അങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്തിയത്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മലബാർ കലാപം വിതച്ച ദുരിതം, അതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ആളുകളുടെ, വിധവകളും അനാഥകളുമായവരുടെ പ്രയാസങ്ങൾ, അവർക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തൽ, അതുപോലെ ഉറ്റവരും ഉടയവരും പലരും കൊല്ലപ്പെടുകയും ധാരാളം ആളുകൾ നാട് കടത്തപ്പെടുകയും ഒരുപാട് ആളുകൾ കൽത്തുറുങ്കിൽ അടക്കപ്പെടുകയും ചെയ്തതിനാൽ വീടുകളിൽ ഉമ്മമാരും കൊച്ചുമക്കളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കൊരു ഗവൺമെൻറ് വരാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ ആ ഗവൺമെൻറ് മതേതര ഗവൺമെൻറ്റാണ്. മതേതര ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതം പൊതുവിദ്യാഭ്യാസ കലാലയങ്ങളിൽ വെച്ച് പഠിപ്പിക്കാൻ സാധിക്കാത്ത പ്രയാസം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രയോറിറ്റി നൽകുന്നുണ്ടെങ്കിലും ഈ മക്കൾക്ക് നേരായ വഴി, ചിട്ടയായ വിദ്യാഭ്യാസം സമയനിഷ്ഠമായി നടത്താനുള്ള പദ്ധതി വേണ്ടേ? അങ്ങനെയാണ് ആദ്യമായി ഒരുമിച്ച് കൂടിയവരിൽ നിന്ന് സാമ്പത്തികമായി സാധിക്കുന്നവരോട് ഓരോ അണ അല്ലെങ്കിൽ ഒരു ഉറുപ്പിക പിരിച്ചെടുത്തുകൊണ്ട് ഈ ബൃഹത്തായ പദ്ധതിക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉലമാക്കൾ തുടക്കം കുറിച്ചത്. കേരളത്തിലെ മഹല്ലുകളിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ച് മദ്രസ ഉണ്ടാക്കാൻ സ്ഥലം അവരോട് സംഘടിപ്പിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഫണ്ട് ദിവസങ്ങളോളം നീണ്ട പ്രഭാഷണ പരമ്പരയിലൂടെ പിരിച്ചുകൊടുത്ത് സ്ഥലമായി, കെട്ടിടമായി, സിലബസായി, പുസ്തകമായി, പരീക്ഷയായി, പരിശോധനയ്ക്ക് ഇൻസ്പെക്ടർമാർ പോകുന്ന സ്ഥിതി വന്നു. അങ്ങനെ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കേരളീയ ഭാവി പൗരന്മാർക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠവും തുടർ പഠനവും പഠിക്കാൻ കളമൊരുങ്ങി എന്നതാണ് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം വഴി സാധ്യമായത്. ഉഹ്റവിയായ ആലിമീങ്ങളെ സഭയായ സമസ്ത കേരള ജമീയത്തുൽ ഉലമ കീഴ്ഘടകമായ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓരോ ചലനങ്ങളിലും ഇടപെടുമായിരുന്നു. 956 കാലൊക്കെ ആയപ്പോഴേക്ക് മഹാനായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ് ഇതിൻ്റെ മുന്നണി പോരാളി. അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം പല പ്രഖ്യാപിത യോഗങ്ങളിലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ
മറ്റ് ചില ആളുകൾ മെമ്പർമാരാണെങ്കിലും വേണ്ടതുപോലെ സജീവമാകാൻ പല കാരണങ്ങളാൽ അവർക്കും സാധ്യമാകാതെ വന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിനോട് അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും സമൂഹത്തിൽ അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ റിപ്പോർട്ടും ആവശ്യപ്പെടുകയുണ്ടായി. നോക്കൂ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ആലിമീങ്ങളുടെ ശുഷ്കാന്തി സമസ്തയുടെ ലക്ഷ്യവും ആശയവും വിപുലമാക്കാനാണല്ലോ, സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറക്കിച്ചെല്ലാനാണല്ലോ ഈ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച്. അതിൻ്റെ പ്രസിഡന്റ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർക്ക് മഹാനവറുകൾക്ക് പിന്നെ പഴയ മാതിരി സജീവമാകാൻ ആരോഗ്യം അനുവദിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ചില മെമ്പർമാരെങ്കിലും അവർക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാൻ മറ്റു പല കാരണങ്ങളാലും സാധിക്കാതെ വന്നിരിക്കുന്നു. അതിൻ്റെ പേരിലൊന്നും വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകാൻ പാടില്ല. അതുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള അതിൻ്റെ സകല റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അതിലെ പാഠപുസ്തകത്തിൻ്റെ വിഷയങ്ങളും ജനങ്ങളിൽ ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ റിപ്പോർട്ടും സമസ്ത കേന്ദ്ര മുഷാവറയിൽ പെട്ടെന്ന് എത്തിക്കണമെന്ന് വിദ്യാഭ്യാസ ബോർഡ് നിർദ്ദേശം കൊടുത്തു. അതടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ സമഗ്രമായി തന്നെ സമസ്തക്ക് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബാണ് സെക്രട്ടറി. അദ്ദേഹം അതൊക്കെ വളരെ ചടുലമായി തന്നെ തയ്യാറാക്കി സമസ്ത മുഷാവറക്ക് വെച്ചു. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ തീരുമാനിച്ചു. അങ്ങനെ 1957 ഫെബ്രുവരി മാസം 10-ാം തീയതി ഇതിനു വേണ്ടി മുഷാവറയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ ബോഡി ചേരുകയും ആ ജനറൽ ബോഡിയിൽ പ്രസിഡന്റിനെ സംബന്ധിക്കാൻ അനാരോഗ്യമായാലും അദ്ദേഹത്തെ ഒരിക്കലും നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇതിൻ്റെ ജീവനാഡിയാണ്. പക്ഷേ മഹാനായ ഉസ്താദിന് പറവണ്ണ ഉസ്താദ് മഹാനവറുകൾക്ക് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ കഴിയാത്ത വിധം ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനാൽ മഹാനവറുകൾ വിനയപൂർവ്വം സമസ്ത മുഷാവറക്കും ഈ വിദ്യാഭ്യാസ ബോർഡിനും തൻ്റെ രാജിക്കത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിലും അത്തരം മഹാന്മാരെ തബറുക്കിന് വേണ്ടി തലപ്പത്ത് നിർത്തുക എന്നതാണ് നമ്മുടെ കീഴ്വഴക്കം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം അവർ ഓടി നടന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന കാലത്ത് അങ്ങനെ പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ടാണ് ഇതിലൂടെ അവരെ എത്തിയത്. ഇപ്പം അനാരോഗ്യം അവരെ തളർത്തിയപ്പോൾ അതിൻ്റെ പേരിൽ അവർ മാറിനിൽക്കാതെ അവർ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഈ സംഘത്തിനുണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരം സംഘടനകളൊക്കെ തബറുക്കിന് വേണ്ടി മഹാന്മാരെ മുൻനിരയിൽ നിർത്തുന്നത്. പക്ഷേ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ വേറെയാണ് ചിന്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തപ്പറ്റി ചോദിക്കുമല്ലോ. കുല്ലുക്കും റായിൻ വ മസ്ഊലുൻ അൻ റഇയത്തിഹി എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാലത്ത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഞാൻ പ്രവർത്തിച്ചല്ലോ. ഇപ്പോൾ എനിക്ക് മീറ്റിങ്ങിൽ സംബന്ധിക്കാനും പൊതുകാര്യങ്ങൾ വേണ്ടതുപോലെ ഇടപെടാനും, പ്രത്യേകിച്ച് ഇത് വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്, വൈജ്ഞാനിക മേഖലയാണ്, അത് താഴേ തട്ടിൽ നിന്ന് ചിട്ടയൊപ്പിച്ചു കൊണ്ടുവരേണ്ട സംഗതിയാണ്. എനിക്കതിന് ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് തൻ്റെ രാജി സ്വീകരിക്കണം എന്ന് മഹാനാവ് നിർദ്ദേശിച്ചപ്പോൾ 1957 ഫെബ്രുവരി 10-ാം തീയതി സമസ്തയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം കൂടുകയുണ്ടായി. അങ്ങനെ അവിടെ വെച്ച് കാര്യക്ഷമമായൊരു കമ്മിറ്റി, നേരത്തെ കാര്യക്ഷമമല്ലെന്നല്ല, കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തന നിര തന്നെ മുന്നിലേക്ക് വരണമെന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. ആ പുനഃസംഘടന പ്രകാരം 1957
ഫെബ്രുവരി മാസം 10-ാം തീയതി നിലവിൽ വന്ന കമ്മിറ്റിയുടെ മെമ്പർമാരുടെ പേര് നേരത്തെ നമ്മൾ തുടക്കത്തിൽ ആ യോഗത്തിൽ പങ്കെടുത്ത 37 പേരെ പേരും വായിച്ചല്ലോ. ഇതൊക്കെ ബർക്കത്തിനാണ്. എന്തിനാണ് ഈ പേരൊക്കെ വായിക്കണമെന്ന് ആരും ചിന്തിച്ചു പോകരുത്. ഈ മഹാന്മാരാണ് നമ്മുടെ കാവലാളന്മാർ. ഇവര് സ്ഥാപിച്ചെടുത്ത പ്ലാറ്റ്ഫോമിനാണ് നാം ഇന്ന് നിൽക്കുന്നത്. മഹാനവറുകൾ എഴുതി വെച്ച ചരിത്രമാണ് ഞാൻ വായിക്കുന്നത്. അതുകൊണ്ട് ആ മഹാന്മാരെ പേര് വായിച്ചാൽ തീർച്ചയായും നമുക്ക് പുണ്യം കിട്ടും. അവരെ സുംറയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകും. അങ്ങനെയുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട 957 ഫെബ്രുവരി മാസം 10-ാം തീയതി പുനഃസംഘടിപ്പിച്ച ആ കമ്മിറ്റിയെയും മെമ്പർമാരെയും ഞാനൊന്ന് വായിക്കാം. പ്രസിഡന്റ് അയനിക്കാട് പി ഇബ്രാഹിം മുസ്ലിയാർ, വൈസ് പ്രസിഡന്റ് EK അബൂബക്കർ മുസ്ലിയാർ, കെ അബുൽ കമാൽ കാടേരി മുഹമ്മദ് മുസ്ലിയാർ വൈസ് പ്രസിഡന്റ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് മഹാനവറുകൾ ജനറൽ സെക്രട്ടറി, KP ഉസ്മാൻ സാഹിബ് ആയിരുന്നു അതുവരെ ജനറൽ സെക്രട്ടറി. ഇപ്പോൾ കോട്ടുമല ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയപ്പോൾ ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബ് ജോയിന്റ് സെക്രട്ടറിയായി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഖജാൻജി, അതിന് മാറ്റമില്ല. ഇനി മെമ്പർമാർ T കുഞ്ഞായൻ മുസ്ലിയാർ കോയപ്പ, PV മുഹമ്മദ് കോയ മുസ്ലിയാർ, PV മുഹമ്മദ് കോയ മുസ്ലിയാർ ബേപ്പൂര്, അബ്ദുൽ അസീസ് മുസ്ലിയാർ തിക്കോടി, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, R മൊയ്തീൻ ഹാജി പള്ളിക്കണ്ടി, മുത്തുക്കോയ തങ്ങൾ തലശ്ശേരി, 13 മുഹമ്മദ് ഇമ്പിച്ചി മുസ്ലിയാർ തൂത, 14 പൂന്താനം അബ്ദുള്ള മുസ്ലിയാർ, 15 താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ, 16 VK ഇമ്പിച്ചിക്കോയ തങ്ങൾ മരത്തുങ്കോട്, 17 അബൂബക്കർ മുസ്ലിയാർ കാഞ്ഞങ്ങാട്, 18 മമ്മു മുസ്ലിയാർ മാണിക്കോത്ത്, 19 നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 20 അഹമ്മദ് മുസ്ലിയാർ മുട്ടം, 21 കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാനൂര്, 22 അബൂബക്കർ നിസാമി ചേളാരി, 23 അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഏഴോ, 24 N അഹമ്മദാജി, 25 നെടിയനാട് C അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 26 വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 27 പാണ്ടിക്കാട് കുഞ്ഞലവി മുസ്ലിയാർ, 28 കുട്ടിയസൻ ഹാജി, 29 VT അബ്ദുള്ള കോയ തങ്ങൾ, 30 KC ബാപ്പു മുസ്ലിയാർ ചാപ്പനങ്ങാടി, 31 K അബ്ദുള്ള മുസ്ലിയാർ തരുവണ, 32 കുഞ്ഞഹമ്മദ് ഹാജി തരുവണ, 33 അബ്ദുള്ളപ്പ മുസ്ലിയാർ വല്ലപ്പുഴ, 34 മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകണം എന്ന നിലയ്ക്ക് 34ാമത്തെ മെമ്പറായി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ. 35 അബ്ദുള്ള മൗലവി മാട്ടൂൽ, TK അബ്ദുള്ള മൗലവി മാട്ടൂൽ. 36 PA അബ്ദുള്ള മുസ്ലിയാർ മട്ടന്നൂർ, അദ്ദേഹം കാഞ്ഞങ്ങാട് സംയുക്ത കാതി കൂടിയായിരുന്നല്ലോ. PA അബ്ദുള്ള മുസ്ലിയാർ മട്ടന്നൂർ. 37 PCS കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, 38 AK കുഞ്ഞറുമുട്ടി മുസ്ലിയാർ. അങ്ങനെ 38 ആളുകൾ എക്സിക്യൂട്ടീവ് അടക്കം മൊത്തം ക്യാബിനറ്റ് അടക്കം 38 അംഗ ഉൾക്കൊള്ളുന്ന കമ്മിറ്റി നിലവിൽ വന്നു. 957 ഈ പുനഃസംഘടനയോടുകൂടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം വളരെയേറെ മുന്നോട്ട് പോവുകയും ഉടനെ തന്നെ അത് വളരെയേറെ മുന്നോട്ട് പോയി. അതിൻ്റെ കാരണം ഈ പുതിയ കമ്മിറ്റിയുടെ ചടുലമായ പ്രവർത്തനങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി 957 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ജനറൽ ബോഡി. എന്നാൽ 957 ഫെബ്രുവരി 23-ാം തീയതി തന്നെ അതിൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ചേർന്ന് നിലവിലുള്ള സിലബസുകൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാലികമായി എന്തൊക്കെ മാറ്റം വരുത്തണം,
അതുവരെയുള്ള മിക്ക പുസ്തകങ്ങളും എഴുതിയിരുന്നത് ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ്. എന്നാൽ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഈ യോഗത്തിൻ്റെ അന്ന് എന്ന് പറയാം, അതെന്ന് പറഞ്ഞാൽ 950 മഹാനവറുകൾ 957 ഫെബ്രുവരി മാസം 10-ാം തീയതി ചേർന്ന യോഗത്തിൽ മഹാനവറുകൾ പങ്കെടുത്തില്ലല്ലോ, അനാരോഗ്യം കാരണം. മഹാനവറുകളായിരുന്നു സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒട്ടുമിക്ക പാഠപുസ്തകങ്ങളും തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം പൂർണ്ണമായും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ സമസ്ത മുശാവറയുടെ നേതൃത്വത്തിൽ തന്നെ പാഠപുസ്തകങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് പുതുക്കി ആവശ്യമായ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നിർവാഹക സമിതിയെ രൂപീകരിച്ചു. അതിൽ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കെ പി ഉസ്മാൻ സാഹിബ്, താജുൽ ഉലമ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി, പി മുഹമ്മദ് കോയ മുസ്ലിയാർ, കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ, കുട്ടിസനാജി, അബൂബക്കർ നിസാമി തുടങ്ങിയവരായ ഒരു സമിതി, നിർവാഹക സമിതി നിലവിൽ വന്നു. അവർ പലരെയും പുസ്തകം പ്രിൻ്റ് ചെയ്യാനും എഴുതാനും അത് പിന്നെ തസ്ഹീഹാക്കാനും അത് പ്രിൻ്റ് ചെയ്യാനുമുള്ള അങ്ങനെ വലിയ വലിയ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയും അതുപോലെ പൊതുപരീക്ഷ 5-7 ക്ലാസ്സുകളിൽ അടുത്ത വർഷം തന്നെ പൊതുപരീക്ഷ ആരംഭിക്കാനും അതിനാവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്താനും അതിൻ്റെ വാല്യുവേഷൻ അടക്കം ആര് നടത്തണം, എപ്പോൾ നടത്തണം, അങ്ങനെ എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാക്കുകയും പരീക്ഷ നടത്തുന്നതിന് വേണ്ടി ഒരു ബോർഡിനെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തു. ആ ബോർഡിൽ അംഗങ്ങളുണ്ടായിരുന്നത് 5-ാം തലത്തിൽ പൊതുപരീക്ഷ നടത്തണം, അതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി KC ബാപ്പു മുസ്ലിയാർ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അബൂബക്കർ നിസാമി, ഉസ്മാൻ സാഹിബ് തുടങ്ങിയ മെമ്പർമാരടങ്ങിയ ഒരു പരീക്ഷാ ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട TK അബ്ദുള്ള മുസ്ലിയാരാണ് ഇതിലൊക്കെ എല്ലാത്തിലുണ്ടാവുമല്ലോ ഒരു റാണി എന്ന് പറഞ്ഞ മാതിരി ഈ മഹാന്മാരോടൊപ്പം തന്നെ മഹാനായ TK അബ്ദുള്ള മുസ്ലിയാരുടെ സേവനം നമ്മൾ ചരിത്രം വളരെ നന്നായി പറയേണ്ട, സ്മരിക്കേണ്ട വലിയൊരു മഹാരഥനായ വ്യക്തിത്വമാണ് TK അബ്ദുള്ള മുസ്ലിയാർ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ അനുസ്മരിക്കാത്ത മറ്റു കുറച്ച് നേതാക്കന്മാരായ പണ്ഡിതന്മാരെ പ്രത്യേകം അനുസ്മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് TK അബ്ദുള്ള മുസ്ലിയാർ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ സേവനം വിലയിരുത്തി നമുക്ക് ഈ പരമ്പരയിൽ തന്നെ അത് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിവരം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. TK അബ്ദുള്ള മുസ്ലിയാരെ പറ്റി ഞാൻ ഇപ്പോൾ ഏറെ പരാമർശിക്കാൻ കാരണം 1959 പരീക്ഷാ ബോർഡ് ചെയർമാനായ മഹാനായ TK അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹം വഫാത്താകുന്നത് 1977 1977 നവംബർ മാസം 9-ാം മാസം 19-ാം തീയതി മഹാനവറുകൾ വഫാത്താകുന്നത് വരെയും 19/9/1977 TK അബ്ദുള്ള മൗലവി വഫാത്താകുന്നത്. 1959 മുതൽ 19/9/1977 വഫാത്താകുന്നത് വരെയും മഹാനവറുകൾ തന്നെയാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷാ ബോർഡ് ചെയർമാനായി തുടർന്നത്. പൊതുപരീക്ഷയ്ക്ക് ചോദ്യം തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും പരീക്ഷ വ്യവസ്ഥാപിതമായി നടത്തി ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായി ആ പരീക്ഷ നടത്തി അതിൻ്റെ പേപ്പർ വാല്യുവേഷൻ കൃത്യസമയത്ത് തന്നെ അന്ന് തന്നെ ആ സ്ഥാനത്ത് ചോദ്യപേപ്പർ നടത്തണം എന്നൊക്കെയാണ് ഈ മഹാന്മാർ തീരുമാനിച്ചത്. കേരളത്തിലെ പരീക്ഷ ഒക്കെ ഒരു ദിവസം നടക്കുന്നു, പൊതുപരീക്ഷ ഒരു ദിവസം നടക്കുന്നു. അന്ന് തന്നെ ആ പരീക്ഷ പേപ്പറിൻ്റെ ആൻസർ പേപ്പർ ആയി പുറപ്പെടുകയും യഥാസമയത്ത് അത് വിദ്യാഭ്യാസ ബോർഡ് നിർദ്ദേശിക്കുന്ന ആസ്ഥാനത്തെത്തിക്കുകയും ഉടനെ തന്നെ അതിൻ്റെ വാല്യുവേഷൻ നടക്കുകയും വേണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഒരു സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ഇത്രയും ക്ലിയറായും സുതാര്യമായും ഇന്ന് വരെയും പരീക്ഷയിൽ ഒരു ആക്ഷേപമില്ലാതെ നടത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം
എന്നാൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എല്ലാ ആധുനിക നിയമങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി എണ്ണയിട്ട യന്ത്രം കണക്കേന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരു ആലങ്കാരിക വാക്കാണ്. എന്നാൽ ഇത് ആലങ്കാരികമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ആ നിലക്ക് വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷാ കാര്യങ്ങളും ഭംഗിയായി നടത്തി. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാത്രമല്ല, പരീക്ഷയിൽ ഏറ്റവും ഉന്നത മാർക്ക് നേടിയവർക്ക് പ്രത്യേകമായി സമ്മാനങ്ങൾ നൽകുകയും അതുപോലെ സ്കോളർഷിപ്പ് ആവശ്യമുള്ളവർക്ക് അത് നൽകി അവരെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള അങ്ങനെയുള്ള മോട്ടിവേഷൻ കാര്യങ്ങളും എല്ലാം വിദ്യാഭ്യാസ ബോർഡ് നടത്തുകയുണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സംവിധാനങ്ങൾ മുഴുവനും എടുത്തു പറഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. ഞാനിപ്പോൾ പൊതുപരീക്ഷൻ്റെ കാര്യമില്ലേ പറഞ്ഞ്, എന്നാൽ മറ്റു ക്ലാസ്സിലെ വാർഷിക പരീക്ഷ അതെല്ലാം റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ തന്നെ കൃത്യമായി 1 മുതൽ 10 വരെയുള്ള എല്ലാ പരീക്ഷകളും, അതിൽ പരീക്ഷ മാത്രമാണ് ബോർഡ് നേരിട്ട് നടത്തുന്നത്. ബാക്കിയെല്ലാം ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സഹകരണത്തോടുകൂടെ കൃത്യമായ രൂപത്തിൽ കുറ്റമറ്റ വിധം നടത്താൻ വിദ്യാഭ്യാസ ബോർഡിന് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുകയാണ്. എന്നാൽ 1977 മഹാനായ ടി കെ അബ്ദുള്ള മൗലവി വഫാത്തായ ശേഷം പിന്നീട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷാ ബോർഡ് ചെയർമാനായത് എം ബഷീർ മുസ്ലിയാർ ചെറൂരാൻ. അദ്ദേഹം മരണം വരെ ആ പദവി തുടർന്നു. ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം അടക്കമുള്ളവരുടെ ചരിത്രങ്ങളും നാം പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൂടുതൽ പരാമർശിക്കുന്നില്ല. ഏതായാലും അന്ന് ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാന് എം ബഷീർ മുസ്ലിയാരായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിലുള്ള മെമ്പർമാർ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ, KK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, ഉസ്മാൻ സാഹിബ്, അസൻ മുസ്ലിയാർ MP, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, VP അബ്ദുൽ അസീസ് മാസ്റ്റർ തുടങ്ങിയ പരീക്ഷാ ബോർഡ് നിലവിൽ വരികയും ആ പരീക്ഷ ബോർഡ് ദീർഘകാലം ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്തു. അങ്ങനെ വളരെ കുറ്റമറ്റ രൂപത്തിൽ വ്യവസ്ഥാപിതമായ നിലയിൽ ഈ സമൂഹത്തെ ചിട്ടയോടുകൂടെ വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം അത് എത്ര പറഞ്ഞാലും, ഏതൊരു ബാബ് എടുത്ത് പറഞ്ഞാൽ ഒരു ബാബ് അധിഷ്ഠിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ വിപുലമാണ്. നമുക്ക് ചെറിയ അറിവേ ഈ വിഷയത്തിലുള്ളൂ. ആ അറിവ് കുറഞ്ഞ വാക്കുകളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പോരായ്മകൾ ഒന്നെങ്കിൽ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് 44ാമത്തെ പ്രഭാഷണമാണ്. ഈ പ്രഭാഷണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടരാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ മഹാന്മാരൊക്കെ വലിയ ഖിദ്മയാണ് ദീനിന് വേണ്ടി ചെയ്തത്. അവരെ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവരെ സുംറയിലായി അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കട്ടെ. കുടുംബസമേതം ഈ മഹാന്മാരെ സുംറയിലായി സ്വർഗത്തിൽ കഴിയാൻ നമുക്ക് അല്ലാഹു അവസരം നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി